വിഷയം ചോദിക്കാനുള്ളത് ഈ ടാറ്റയുടെ കപ്പൽശാലയുടെ കാര്യമാണ്. ഇന്നലെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഒരു ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. അതായത് ടാറ്റയുടെ പ്രതിനിധികൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളന കാലത്ത് മുഖ്യമന്ത്രിയുമായും വ്യവസായ മന്ത്രിയുമായും ചർച്ചകളും മറ്റും നടത്തുന്നതിനാണ് പദ്ധതി മുന്നോട്ട് പോകുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അത് നല്ല കാര്യമാണല്ലോ. നാം കാണേണ്ടത് ഞാൻ രണ്ട് ചിത്രവും നിങ്ങൾ ഈ പത്രക്കാർ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ അതെ ഈ ചിത്രമാണ് അതിൻ്റെത്. ഇതാണ് ശശാങ്ക് CEO. ഈ ചിത്രമാണ് നമ്മൾ ഒപ്പിട്ടത്. ഇതാണ് ശശാങ്ക് CEO. എന്നുവെച്ചാൽ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ സംഭവിച്ചേ, ഞാൻ നേരത്തെ പറയുമ്പോൾ എന്നെ അധിക്ഷേപിക്കാനല്ലേ നോക്കി. മുഖ്യമന്ത്രിയാകണം. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ആധികാരികമായിട്ട് വേണം സംസാരിക്കാൻ. കാരണം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് ഗവൺമെന്റിന്റെ വാക്കുകളാണ്. പ്രതിപക്ഷ മേധാവിന്റെ അഭിപ്രായം അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചത് എന്തും ശക്തമായി വിയോജിച്ചാലും പറഞ്ഞാലും അത് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം മാത്രമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറയുന്ന ഓരോ വാക്കും കോൺഗ്രസിന്റെ വാക്കല്ല, UDFന്റെ വാക്കല്ല, VD സതീശൻ എന്ന വ്യക്തിയുടെ വാക്കല്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും വാചകവും കേരളത്തിന്റെ വാക്കും വാചകമാണ്. അതിലേക്ക് അദ്ദേഹം ഉയർന്നാൽ ഈ പ്രശ്നം വരില്ല. ഇപ്പോൾ ടാറ്റ 10,000 കോടി നിക്ഷേപിക്കുന്നത് എത്ര ആധികാരികമായിട്ടാണ് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങൾ ആദ്യ ഭാഗം കൂടിയും ഇന്റർവ്യൂവിൽ നോക്കിയാൽ ഇനി വിഴിഞ്ഞത്തൊരു കുഴപ്പമില്ല, അവരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചാലതല്ല പ്രയർ കൺസെന്റ് എന്നുള്ളത് വിട്ടു. ഇന്നലത്തെ ആദ്യത്തെ ഭാഗത്ത് കാണാം, പ്രയർ കൺസെന്റ് വിട്ടു. അവർ ഞങ്ങൾ അറിയിച്ചു, നോ ഒബ്ജക്ഷൻ, ഓൺലി ഡിസാറ്റിസ്ഫാക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വരട്ടെ. അപ്പം അതിൽ ടാറ്റ പോലൊരു സ്ഥാപനം നമ്മൾ കാണേണ്ടത് അത് കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങില്ല, ഇന്റർനാഷണൽ മീഡിയ അല്ലേ. അവിടെ കൊടുക്കുമ്പോൾ ടാറ്റയെപ്പോലൊരു പ്രധാനപ്പെട്ട കമ്പനി നേരിട്ട് ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുകയും 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഓഹരി കമ്പോളം മാറും, ടാറ്റയുടെ മാറും, മറ്റു മേഖല മാറും. ഇത് അവർ നിഷേധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു ഭൂമുണ്ടാക്കി ഓഹരിയുടെ വില കയറ്റാൻ ഇടയാക്കി എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയാൽ, സെബി പോയാൽ ടാറ്റ പ്രശ്നത്തിനാവില്ലേ പ്രോപ്പർ ടൈമിൽ നിഷേധിച്ചില്ലെങ്കിൽ? ഇതിപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ചെറിയ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. ടാറ്റ എന്റർപ്രൈസ് CEO ആൻഡ് ഓൾ ടൈം ഡയറക്ടർ ശശാങ്ക് ശേഖർ. അങ്ങനെ ഒരു കമ്പനി ഇല്ല. ടാറ്റ എന്റർപ്രൈസസ് എന്ന കമ്പനി ഇല്ല. ഇത് ആർസ്റ്റൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി നമ്മളിപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് സബ്മിറ്റിന് മുമ്പ് തന്നെ അവരായിട്ട് ചർച്ചകൾ ഉണ്ടായിരുന്നു. മലബാർ സിമന്റ്സുമായി ചർച്ച നടന്നിരുന്നു. ഈ സ്ഥലം ഞാൻ നേരത്തെ വിശദീകരിച്ചാണ്, അതിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവരുമായിട്ട് MOU ഒപ്പുവെച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിക്കാനും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ടാറ്റ ചെയർമാനെ പോയി കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സബ്സിഡറി ആർസ്റ്റനുമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു കമ്പനി ധാരണയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആർസ്റ്റൻ അങ്ങനെ ഒന്നും ഉണ്ടോ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ പരന്നു കിടക്കുന്ന സ്ഥാപനമല്ലേ. അപ്പോൾ തന്നെ അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ സബ്സിഡി. അപ്പോൾ നോക്കിയാൽ ശരിയാണ്, അത് ഹൈദരാബാദ് ഒരു കമ്പനിയായിരുന്നു, ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തതാണ്. അവർ ചെറിയ ചെറിയ ഷിപ്പുകളിലൊക്കെയാണ്, ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ മെട്രോ പോലെ നേവിക്ക് വരുന്ന ചെറിയ ഷിപ്പുകൾ ഇതാണ് വരുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കൊണ്ടുപോയി തുടരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷകരം തന്നെ, അതാണല്ലോ ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷേ അവർ MOU ഒപ്പുവെച്ചുള്ളൂ, ബാക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര വസ്തുതാപരമാവില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇതാണ് 19/2025 ഉത്തരവുണ്ട്. അത് ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെയാണ്. ഇത് മലബാർ സിമന്റ്സിന് പൂർണ്ണമായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കാൻ അംഗീകാരം നൽകുന്ന അവരുടെ നൽകുന്നതാണ്. ഇത് 27/2/2026 പോർട്ടിന്റെ ഉത്തരവാണ്. ഇതും ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ ആളുകളെല്ലാം പറയുമ്പോൾ അവർ MOU ഒപ്പിച്ച് പോയുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോഴാണ് വന്നത്. ഈ ഫെബ്രുവരിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്, ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ഫെബ്രുവരിയിൽ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പോർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാൻഡെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറയ്ക്ക് അവിടെ അനുവദിക്കുമെന്ന് പോർട്ടുകാരെ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും നിങ്ങൾ നോക്കിയാൽ ഇത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. അതൊരു ചെറിയ പദ്ധതിയാണ്. പക്ഷെ ആ പദ്ധതി ഞങ്ങളന്ന് കൊട്ടിഘോഷിച്ച് ടാറ്റ എന്ന് പറയാതിരുന്നത് ടാറ്റയുടെ സബ്സിഡറി എന്നേ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ ഗവൺമെന്റിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുമ്പോൾ വസ്തുതാപരമായിരിക്കണം. അതിൽ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഉണ്ട്. ഈ പദ്ധതി അവരിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അതിൽ ഗവൺമെന്റ് ഇപ്പോൾ MOUന്റെ അടിസ്ഥാനത്തിലുള്ള കരാർ വെറ്റ് ചെയ്തിട്ട് അവർ ഒപ്പിടേണ്ടതുണ്ട്. ഗവൺമെന്റിൽ MOU മലബാർ സിമന്റ്സ് ഒപ്പുവെക്കേണ്ടതുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകലാണ് ചെയ്യേണ്ടത്.
അപ്പോൾ വസ്തുതയുമായ ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആധികാരികമെന്ന മട്ടിൽ ഉറച്ച് അവതരിപ്പിക്കുമ്പോൾ നാടിനുണ്ടാകുന്ന ക്ഷീണം. ഇപ്പോൾ നോക്കൂ, ടാറ്റ ഇങ്ങനെ നിഷേധിക്കേണ്ടി വന്നത് ആദ്യമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ നേരിട്ട് നിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്ന എംബ്രാസ്മെൻറ്റ് ഓർത്തിട്ടായിരിക്കും അവരുടെ പ്രധാന ആളുകൾ കോട്ട് ചെയ്യുന്നത്. അത് വരുമ്പോൾ ഇപ്പോൾ ഇനി അവരുടെ സമീപനം എന്തായിരിക്കും കേരളത്തെക്കുറിച്ച്? ബൈക്കില്ലേ എന്തെങ്കിലും പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയർമാനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ബന്ധപ്പെട്ടു. ഈ ചിത്രം പ്രസിദ്ധപ്പെടുത്താമോ, എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം, അത്രേ പറയാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ചർച്ചകൾ നമ്മൾ ചുമതലയിരിക്കുമ്പോൾ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, MLA ആയിരിക്കുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അഭിപ്രായമൊക്കെ പറയാം. മറ്റ് കോർപ്പറേറ്റുകൾ ഇതിന് ഭയപ്പെടില്ലേ? ഇവരിങ്ങനെ നേരെ പടപടാന്ന് അടിക്കുന്ന ആളിലാണെങ്കിൽ മറ്റ് എല്ലാം മത്സരമല്ലേ? സ്റ്റേറ്റ് തമ്മിൽ മത്സരമുണ്ട്. നമ്മൾ ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ മറ്റ് സ്റ്റേറ്റുകൾ വരും. കേരളത്തിന് അത് ഗുണകരമാവില്ല. കോർപ്പറേറ്റുകളും സംശയിക്കും. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവർ കേരളത്തിലേക്ക് വരുന്ന ചർച്ച തുടങ്ങിയെന്ന് അറിയുമ്പോൾ അവർ മറ്റ് സ്റ്റേറ്റും മറ്റതിലേക്ക് എത്തും. അവർക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നോൺ ഡിസ്ക്ലോഷർ ആയിട്ടുള്ള ഒരു ധാരണ, ഏതൊക്കെ പുറത്തു വിടേണ്ടതില്ല, ഏത് ഡിസ്ക്ലോസ് ചെയ്യാം, ഇതെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകളിലുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി ആകെ കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാകണം. ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ പെശകുണ്ട്, എങ്കിലും ഞങ്ങൾ തോന്നുന്നത് ഈ അറ്റം വരെ എത്തിയിരിക്കുന്നു. ഈ നിർമ്മാണത്തിൽ അവർ തടസ്സം ഉണ്ടാക്കാതിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ പോകും. പിന്നെ മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും കാണാവുന്നത് കഴിഞ്ഞ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ ഡാഷ്ബോർഡ് അവിടെയുണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് പോന്നിട്ടില്ല. ഓരോ പദ്ധതിയും ഏതാണ്, ആരാണ് ഇൻവെസ്റ്റർ, ഓരോ സ്ഥലത്ത് ഏതാണ് സ്റ്റേജ്. ഞങ്ങളുടെ സമയത്ത് ഓരോ ആഴ്ചയിലും റിവ്യൂവിൽ അവിടെ നിന്നുള്ള ചിത്രം ഉൾപ്പെടെ ആ ഫിസിക്കൽ സ്റ്റാറ്റസ് അവിടെ അപ്ലോഡ് ചെയ്യണമായിരുന്നു ഞങ്ങളുടെ റിവ്യൂവിനകത്ത്. അത്തരം കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കി അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വരുന്നത് പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി, അത്തരം കാര്യങ്ങൾ അൺഇൻറ്ററപ്റ്റഡായി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ലോജിസ്റ്റിക് പോളിസി കേരളം രൂപം കൊടുക്കും. ലോജിസ്റ്റിക് പോളിസി ഗവൺമെൻറ് നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞാണ്. അതും വേണമെങ്കിൽ അവരുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ തപ്പിയേ കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2025 റാങ്കിങ്ങിൽ നേരത്തെ ആസ്പയറർ പൊസിഷനിലായിരുന്ന ലോജിസ്റ്റിക്കിൽ കേരളം ലീഡ്സ് റാങ്കിങ്ങിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2025 റാങ്കിങ് ആയിപ്പോൾ ഹൈ പെർഫോമറിലേക്ക് മാറി. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാവരും യോജിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതെ പോകലാണ് ആ കാര്യത്തിൽ വേണ്ടത്. അല്ല, എന്നുവെച്ചാൽ അത് 500 വലിയ പദ്ധതിയാണ്. 50,000 കോടി രൂപ വരെ വരാവുന്ന വലിയ പദ്ധതിയാണ്. ഹുണ്ടായും CSL തമ്മിൽ MOU പോയി, കേന്ദ്ര പദ്ധതിയാണ്. അത് അവരുടെ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൻ്റെ കീഴിലേക്ക് വന്നിട്ടുള്ളതാണ്. അതിൽ പിന്നീട് സെപ്റ്റംബറിൽ ഡൽഹിയിൽ വെച്ച് MOU കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ അന്നത്തെ ചെയർമാൻ കണ്ടിരുന്നു, ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ട്രേറ്റ് ബന്ധ സംവിധാനം ഉണ്ടാക്കി. നമ്മുടെ ലാൻഡ് കൂടി വരുന്നതാണ് സ്റ്റേറ്റിൻ്റെ ഒരു പാർട്ട് വരുന്നത്. അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വേണമെങ്കിൽ പറയാം, ഞങ്ങൾ ഇതെല്ലാം കൂടി ഒരു പുതിയ പേരിട്ടാണ് അവതരിപ്പിക്കുമെന്ന് പറയാം. പലതും പേരിടുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വന്നതും കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാകും ഇത്തരം പദ്ധതികളെല്ലാം ഞങ്ങൾ പുതിയ പേരിൽ അത് ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ കേരള ബ്രാൻഡ് തുടങ്ങി. പക്ഷേ പിന്നെ അതുപോലെ അറിയാതെയാണ് ബ്രാൻഡിങ് കേരള പുതിയ സംവിധാനം എന്ന് പറയുന്നത്. അതല്ല, അങ്ങനെ പറയാം. പക്ഷെ അത് ഞാൻ നേരത്തെ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത്. 50,000 കോടി 3,600 കോടിയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അത് കേരളത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല തൊഴിലവസരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്.